നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സൈക്കോസൊമാറ്റിക് അപ്രോച്ചാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ അസുഖത്തിനും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കതൊരു ഈ എല്ലാ ഡിസീസിനും ഒരു ഇമോഷനുണ്ട്. ആ ഇമോഷനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഓരോത്തിനും ഒരു മാനസിക ആ ഒരു ഫാക്ടറുണ്ട്. അതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിപ്പം ഇപ്പം മിന്നുവിന് ഒരു അസുഖം വന്നാൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ തരുന്ന മെഡിസിൻ അല്ല അതേ അസുഖം അതേ സിംറ്റമായിട്ട് ഇപ്പം വേറൊരാൾ വന്നാൽ, അപ്പോൾ എപ്പോഴും പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ. അതാണ് ഈ കമൻറ്റിൽ എന്താണ് റിസർച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, റിസർച്ച് ഉണ്ട്, ആയുർവേദത്തിൽ നല്ലപോലെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഈ പറയുന്നവരെന്ന് ആലോചിക്കേണ്ടത്, നമ്മളിപ്പം എത്ര ആയുർവേദ ഡോക്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്, അതിൽ എത്ര പേര് റിസർച്ച് ഫീൽഡിലോട്ട് പോകുന്നുണ്ട്, എത്ര മോഡേൺ ഡോക്ടേഴ്സ് ഇറങ്ങുന്നു, അതിൽ എത്ര പേര് റിസർച്ചിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇത് ഇപ്പം കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നതാണല്ലോ ആയുർവേദം. അതിനി ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുന്നു, അത് നല്ല കാര്യമാണ്. കുറച്ചുകൂടെയൊക്കെ ഇപ്പം ഇതായി വരുന്നുണ്ട്, പോപ്പുലറായി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന ഇത്രയും ഡോക്ടേഴ്സിനിടയ്ക്ക് എന്നാണ് ഈ റിസർച്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഈ നാനോ സയൻസ്, പിന്നെ മൈക്രോബയോളജി, ബൊട്ടാണിസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആയുർവേദ ഡ്രഗ്സ് എടുത്ത് ചെയ്യുന്ന റിസർച്ച്. എല്ലാവരുടെ വിചാരം എനിക്ക് തോന്നുന്നു നേരിട്ട് ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഇട്ട് തരുവാന്ന്. അല്ല, അത് അങ്ങനെയല്ല, അത് നല്ല പോസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കുന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല. അമൃതയിലാണ് പഠിച്ചത്, PG ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അമൃതയിൽ പഠിച്ച ആരോട് ചോദിച്ചാലും മനസ്സിലാവും. നമ്മളിപ്പം PGക്ക് ഒരു തീസിസ് സബ്മിഷൻ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും ഉണ്ട് നമുക്കും ഉണ്ട്. ഈ നമ്മൾ പഠിക്കുന്ന ഡിസീസ് എല്ലാം സംസ്കൃതത്തിൽ പേര് പഠിക്കുന്നുണ്ടെങ്കിലും ഒരേ കണ്ടീഷനല്ലേ പഠിക്കുന്നത്. മനുഷ്യന്മാരെ തന്നെയല്ലേ നിങ്ങളും പഠിക്കുന്നത് നമ്മളും പഠിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം വരുന്നത്, എല്ലാവർക്കും ഒരേ മസിൽ ഒരേ ബോൺ എല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഈ ഒരു നമ്മുടെ അപ്രോച്ചിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മെഡിസിനിൽ. അല്ല, അവർക്ക് തിങ് ഈസ് കടി എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ സിസേറിയൻ ചെയ്യുന്നില്ലല്ലോ, സിസേറിയൻ ചെയ്യാത്ത ആൾ എങ്ങനെ ഗൈനക്കോളജിസ്റ്റ് ആവും? അതെ അതെ അതെ, അങ്ങനെയാണ്. അതങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ കുറച്ച് യു ഹാവ് ടു ബി മോർ ബ്രോഡ് ഹാർട്ടഡ്. അതെ, അത്രേ ഉള്ളൂ. വഴക്കിട്ടിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആൾക്കാരെ കൊല്ലാനല്ലല്ലോ. ഏതെങ്കിലും മെഡിസിൻ ഒരു 5 വർഷം ഇരുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പഠിക്കുമോ? അല്ലേ, അങ്ങനെ ചെയ്യില്ല. ആർക്കെങ്കിലും ദ്രോഹം വരണമെന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. പിന്നെന്ന് വെച്ചാൽ ഈ റിസർച്ചുകൾ നന്നായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഫണ്ടിങ് കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പം ആയുർവേദത്തിലേക്ക് ഒരു റിസർച്ച് പേപ്പർ ഇറങ്ങണമെങ്കിൽ എത്ര രൂപയാവും നമുക്ക് ഊഹിക്കാം, ഒരു പേപ്പർ പബ്ലിഷ് ആവണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു സർവൈവർ മോഡലാണ്. പിന്നെ അത്രയും ഗവൺമെൻറ് ഫണ്ടിങ് വരണമെങ്കിൽ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള സിസ്റ്റം വേണം. അപ്പോൾ ആയുർവേദ റിസർച്ചിന് ഇപ്പോഴാണ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വന്നു തുടങ്ങിയത്. ഇപ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഈ ഒരു റിസർച്ചിനേക്കുള്ള ഫണ്ടിങ്ങും ഒക്കെ വന്നു തുടങ്ങിയത് റീസെൻ്റ്ലി ആണ്. ഇതുവരേക്കും ഇതിനുള്ള ഫണ്ടിങ് പോലും നമുക്കില്ല. എന്നിട്ട് പോലും അത്യാവശ്യമുള്ള കുറച്ച് പേപ്പറുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫോമുലേഷൻസ്. ഇപ്പം നിങ്ങൾ ഓരോ മെഡിസിൻ്റെയും എന്താ പറയുക, ആക്റ്റീവ് പാർട്ടിക്കിൾ, എന്താണ് പറയുക, ആക്റ്റീവ് മോളിക്യൂൾ ആണ് നിങ്ങൾ എടുക്കുന്നത്. ഇപ്പം സർപ്പഗന്ധയുടെ ആക്റ്റീവ് മോളിക്യൂളല്ലേ നിങ്ങൾ BP-യുടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സർപ്പഗന്ധയുടെ ആക്റ്റീവ് മോളിക്യൂൾ എടുത്ത് ചെയ്താൽ നിങ്ങളുടെ സ്റ്റഡി തമ്മിൽ വ്യത്യാസമല്ലേ? അത് ഒന്ന് നിങ്ങളുടെ മെഡിസിൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആക്റ്റീവ് മോളിക്യൂൾസ് ഓരോ ഡ്രഗിൻ്റെ ഓരോ ആക്റ്റീവ് മോളിക്യൂൾസ് എടുത്ത് കൊടുത്താൽ അത് ആയുർവേദ മെഡിസിൻ ആവില്ല. നമുക്ക് ഫോർമുലേഷൻസ് ആണ് എപ്പോഴും. നമ്മൾ ഒരു അരിഷ്ടത്തിൽ തന്നെ ഒരു 30 ഫോർമുലേഷൻ പഠിക്കുന്നുണ്ട്, സിലബസിലുള്ളതാണ്. നമ്മളിപ്പോൾ ഫാർമസി, ഇപ്പോൾ ഫാർമക്കോളജി ഉണ്ടെങ്കിലും ഫാർമക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ആ ഡ്രഗ് എങ്ങനെ പോയി ആ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് അതിൻ്റെ പഠിക്കുന്നത്, ഫാർമക്കോ ഡൈനാമിക്സ്. അപ്പം അതിൽ നമ്മൾ എങ്ങനെ ആ മെഡിസിൻ ഉണ്ടാക്കുന്നു നമ്മൾ പഠിക്കത്തില്ല. അത് വേറൊരു സ്ട്രീമാണ്. അതൊരു കമൻറ്റ് വന്നിരുന്നു ഇല്ലേ, നമ്മൾ എല്ലാ മെഡിസിനും അറിഞ്ഞിട്ടാണോ ആ മെഡിസിൻ കൊടുക്കുന്നത്? ഞാൻ എല്ലാ മെഡിസിൻ്റെയും നമ്മൾ യോഗാസ് എന്ന് പറയുന്നത്, ഒരു പ്രിപ്പറേഷൻ പറയുന്നത് നമ്മൾ യോഗം എന്നാണ്. അപ്പോൾ നമ്മളതിൻ്റെ യോഗം മൊത്തമായി പഠിക്കും. ഒരു മെഡിസിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് കൃത്യമായി പഠിക്കും. അത് എന്തിനൊക്കെ ഡിസീസിന്. ഇപ്പം പാരസിറ്റമോൾ നിങ്ങൾ കൊടുക്കുന്ന എന്തിനായിട്ടാണ്? പെയിനാണ് യൂഷ്വലി കൊടുക്കുക, പിന്നെ ആൻറ്റിബയോട്ടിക് ടെമ്പറേച്ചറിന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സുദർശനം എന്ന് പറയുന്നത് നമ്മൾ പല അസുഖങ്ങൾക്ക് കൊടുക്കും. അതിപ്പോൾ സുദർശനം എന്ന് പറയുന്നത് നമ്മൾ വേദനയ്ക്ക് കൊടുക്കും, ഇതുപോലെ ചൂടിന് കൊടുക്കും. പക്ഷെ പാരസിറ്റമോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആരും ഒന്നും പറയില്ല. പക്ഷേ സുദർശനം അങ്ങനെ കൊടുത്താൽ എല്ലാവരും ഇതൊന്നും നിങ്ങൾ മറ്റേന് കൊടുത്ത് ഇതിന് കൊടുത്തതെന്ന് ചോദിക്കും. പക്ഷെ നമുക്കും ഈ കോമ്പിനേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സുദർശനം ഒരു കഷായമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ വേറെയാണ്, വേറൊരു കഷായമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ വേറെയാണ്. അപ്പം ആ ഒരു പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും അറിയാം. അത് അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് ആകുമ്പോൾ ഒരാളുടെ ഇപ്പം നിന്നെപ്പോലെ അല്ല ഞാൻ നമ്മളെല്ലാം ബോഡി ഓർഗനൊക്കെ ഒരുപോലെ ആണെങ്കിലും നിൻ്റെ ഓർഗനിൽ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ എൻ്റെ ഓർഗനിൽ അതേ ഫാക്ടർ കൊണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓർഗൻ ഒന്നാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൽ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസിൻ്റെ വ്യത്യാസം ആണ് നമ്മൾ ഈ വാത പിത്ത കഫമായിട്ട് പറയുന്നത്, പഞ്ചമഹാഭൂതങ്ങളായിട്ട് പറയുന്നത്. അപ്പം
ഒരാളെ കാണുമ്പോൾ അവരുടെ പ്രകൃതി അസസ്മെൻറ്റ് നമ്മൾ ചെയ്യും, അതനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.